മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ലോങ് സോളിനോയിഡ് വിത്ത് 15 ടേൺസ് പെർ സെൻറ്റിമീറ്റർ ഹാസ് എ സ്മോൾ ലൂപ്പ് ഓഫ് ഏരിയ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ പ്ലേസ്ഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് നോർമൽ ടു ഇറ്റ്സ് ആക്സിസ്. If the current carried by the solenoid changes steadily from 2 ampere to 4 ampere in 0.1 second, what is the induced EMF in the loop while the current is changing? നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്നൊന്ന് എടുത്തെഴുതാം. ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് 1 സെൻറ്റിമീറ്ററിൽ 15 ടേൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്മോളർ n ഈസ് ഈക്വൽ ടു 15 ബൈ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം. സോ 10⁻² ഈസ് ഈക്വൽ ടു 1500. പിന്നീട് തന്നിരിക്കുന്നത് ഏരിയ തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനെ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റുമ്പോൾ 2 × 10⁻² മീറ്റർ സ്ക്വയർ. ദെൻ കറണ്ട് ചേഞ്ച് ചെയ്തേക്കുന്ന കറണ്ട് തന്നിരിക്കുന്ന എന്താണ്? DI ഈസ് ഈക്വൽ ടു 2 ആംപിയറിൽ നിന്ന് 4 ആംപിയർ ആയെന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറഞ്ഞാൽ 4 - 2 ഈസ് ഈക്വൽ ടു 2 ആംപിയർ. ദെൻ DT ഈസ് ഈക്വൽ ടു 2 ആംപിയറിൽ നിന്ന് 4 ആകാൻ എടുത്ത സമയം 0.1 സെക്കൻഡ് ആണ്. സോ DT ഈസ് ഈക്വൽ ടു 0.1 സെക്കൻഡ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ സോളിനോയിഡിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൂപ്പ് ഏരിയ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എന്ത് വരും? ഇതാണ് സോളിനോയിഡെങ്കിൽ ഇത് സോളിനോയിഡ്, ഇതിനിടയിലാണ് നമ്മളൊരു ലൂപ്പ് ഏരിയ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഏരിയ ഡയറക്ഷൻ എങ്ങനെ വരും? ഇങ്ങോട്ട് വരും. ഒരു സോളിനോയിഡിനകത്തൂടെ കറണ്ട് കടന്നു പോകുമ്പോഴുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വന്നു. സോ അങ്ങനെയാണെങ്കിൽ ഈ ഏരിയയ്ക്കും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 വരും. θ ഈസ് ഈക്വൽ ടു 0. ഇത്രയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ നോക്കാം. EMFൻ്റെ ഇക്വേഷൻ എന്താണ്? EMF ഈസ് ഈക്വൽ ടു dφ/dt എന്നാണ്. ഇനി ഇതിനകത്ത് ഫൈയുടെ സ്ഥാനത്ത് എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു B.A ആണ്. അതായത് BA cos θ. θ 0 ആയതുകൊണ്ട് cos 0 ഈസ് ഈക്വൽ ടു 1 BA എന്ന് കിട്ടി. ബിയുടെ സ്ഥാനത്ത്, അതായത് സോളിനോയിഡിനകത്തൂടെ കറണ്ട് കടന്ന് പോകുമ്പോൾ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ μ0 NI ആണ് × DA × A. ഇനി അങ്ങനെയാണെങ്കിൽ ഇതെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? d/dt ഓഫ് μ0 NIA. കോൺസ്റ്റൻറ്റുകളെ പുറത്തേക്ക് എടുത്താൽ μ0 × N × A di/dt. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. μ0യുടെ വാല്യൂ 4π × 10⁻⁷ × N 1500, ഏരിയ 2 × 10⁻². അതേ ഇൻറ്റു DI എന്ന് പറയുന്നത് 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 0.1 ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ 7.5 × 10⁻⁶. EMF ആയതുകൊണ്ട് യൂണിറ്റ് വോൾട്ട്.